السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്ത്രീകൾക്ക് ലഭിക്കേണ്ട വസ്ത്രങ്ങൾ, അഥവാ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് ലഭിക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തണുപ്പ് സമയത്ത് ലിഹാഫ് കൊടുക്കണം, പുതക്കാനുള്ള പുതപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിന് പുറമെ തണുപ്പല്ലേ, ഒരു ജുബ്ബയും കൂടി കൊടുക്കണം. തണുപ്പ് കുപ്പായം, മഹ്ഷൂവത്തായ, ഉള്ളൊക്കെ പഞ്ഞുകൊണ്ട് നിറച്ചിട്ടുള്ള. അപ്പം ഈ തണുപ്പല്ലാത്ത സമയത്തോ റിദ ആണ് കൊടുക്കേണ്ടത്, ലിഹാഫ് അല്ല എന്നാണ് പറയുന്നത്. ലിഹാഫിന് പകരം, പുതപ്പിന് പകരം ഒരു തുണി കൊടുത്താൽ മതി. ഉറങ്ങാനും മറ്റുമൊക്കെ അങ്ങനെയാണല്ലോ, അത് മതിയല്ലോ. അമ്മാഫി ഗൈരി വഖത്തിൽ പറതി, തണുപ്പല്ലാത്തപ്പോൾ. വരൂഫി വഖ്തി ഷിതായി ഫി ബിലാദിൽ ഹറ, ചൂടുള്ള നാട്ടിൽ തണുപ്പ് കാലത്താണെങ്കിൽ പോലും ചിലപ്പോൾ തണുപ്പുണ്ടാവില്ല. ബിലാദുൽ ഹാറത്താണ് ബലദ്, നാട്. ഹാറത്താണ് ചൂടുള്ള നാട്ടിൽ തണുപ്പ് കാലത്താണെങ്കിലും ചിലപ്പോൾ തണുപ്പുണ്ടാവില്ല. അത്തരം സന്ദർഭത്തിലൊക്കെ ഫേജുബുലഹ റിദാ ഉൻ അവനാഹുഹു, നമുക്ക് പുതപ്പല്ല കൊടുക്കേണ്ടത്, മൂടി പുതക്കാനുള്ള വസ്ത്രമല്ല കൊടുക്കേണ്ടത്. തണുപ്പ് കാലത്ത് മൂടി പുതക്കാനുള്ള വസ്ത്രത്തിനാണ് ലിഹാഫ് എന്ന് പറയാം. തണുപ്പ് കാലത്ത് നിങ്ങൾ കണ്ടില്ല, ഇങ്ങനെ മൂടി ഇങ്ങനെ പുതച്ച് നടക്കുന്ന കുറേ ആൾക്കാർ. ഒരു കുപ്പായം വേണം, പിന്നെ ഒരു മൂടി പുതക്കണ ഒരു വസ്ത്രവും വേണം. കിടക്കാൻ ഉറങ്ങാനുള്ളതല്ല ഈ ലിഹാഫ് എന്ന് പറയുന്നത്, തണുപ്പിന് പുതക്കാനുള്ളതാണ്. നല്ല തണുപ്പുണ്ടാവും. ഒരു കമ്പിളിൻ്റെ ഒക്കെ ഒരു പുതപ്പ് കണ്ടിട്ടില്ല നിങ്ങളിങ്ങനെ ചുറ്റി പുതച്ച് ഇങ്ങനെ ഓരോരുത്തർ നടക്കണം, കുപ്പായത്തിന് പുറമിട്ടിട്ടുണ്ടാവും, തലയെ കൂടിയും മേത്തെ കൂടെ ഒക്കെ. അതാണ് ലിഹാഫ്. അപ്പോൾ തണുപ്പല്ലാത്ത റിദാവ് മതി, ഒരു തട്ടം മതി കേട്ടോ. ഇൻകാനു, അവരാണെങ്കിലും ഇമ്മൻ യഅ്താദൂന ഫീഹി ഖിതാഅൻ ഗൈറ ലിബാസിഹിം, ഒരു മൂടി പുതക്കൽ പതിവാക്കിയ ആൾക്കാരാണെങ്കിൽ ഗൈറ ലിബാസിഹിം, വസ്ത്രത്തിന് പുറമെ ഒരു തട്ടം കൂടി ഇരുന്ന പതിവുണ്ടെങ്കിൽ. ഇപ്പോൾ സ്ത്രീകളൊക്കെ സാധാരണ ഇപ്പോൾ എന്തു ചെയ്യും, തല മറിച്ചാലും ചിലപ്പോൾ ഒരു തട്ടം കൊണ്ടൊക്കെ, ഒരു വസ്ത്രം കൊണ്ടൊക്കെ ഒരു തട്ടം കൊണ്ട് ഇങ്ങനെ പുതക്കുന്ന സ്വഭാവമുണ്ട്. ചില ആൾക്കാരൊക്കെ കാണാം, തലയിലൊക്കെ മറിച്ചിട്ടുണ്ടാവും, മോക്കനൊക്കെ ഇട്ടുണ്ടാവും, അതിന് പുറമെ എന്താവും, ഒരു തട്ടം കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ പതിവാക്കിയ ആൾക്കാരാണെങ്കിൽ, വസ്ത്രമല്ലാതെ മൂടി പുതക്കൽ, പുതച്ച് ഉറങ്ങുന്ന വിഷയമല്ല, ഇങ്ങനെ മൂടൽ, ഒരു വസ്ത്രം കൊണ്ട് ഇങ്ങനെ പുതക്കൽ പതിവാക്കിയവരാണെങ്കിൽ, അല്ലെങ്കിൽ യനാമൂന വരിയാനൻ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാണ്, സാധാരണ വസ്ത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഉറങ്ങുന്ന പതിവാണുള്ളത് എങ്കിൽ റിദ ആണ് കൊടുക്കേണ്ടത്. ഈ ഉറങ്ങുന്ന സമയത്ത് കമീസൊന്നും ധരിക്കൂലല്ലോ, സറാബീലൊന്നും ധരിക്കൂലല്ലോ. അപ്പം എന്ത് ചെയ്യണം, റിദ കൊടുക്കണം. കമാഹോ സുന്നത്തു, അതാണ് സുന്നത്ത്. ഉറങ്ങുമ്പം സാധാരണ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് ഉറങ്ങലാണ് സുന്നത്ത്. അതാണ് വിരിയാനൻ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ, അല്ലാതെ നഗ്നായിട്ട് ഉറങ്ങൽ കറാഹത്തല്ലേ. ഫൈൻഡം യഅ്താദൂൽ നൗമിഹിം ഖിത്താൻ, അപ്പോൾ ഉറക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പുതപ്പൊന്നും മൂടലൊന്നും അവർ പതിവാക്കിയില്ലെങ്കിൽ മെജുബ് ദാലിക, അപ്പോൾ റിദാവ് വേണമെന്നില്ല. ഉറങ്ങുമ്പോൾ അങ്ങനെ ഒരു പുതക്കുന്ന സ്വഭാവമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർ അപ്പം പിന്നെ എന്താക്കേണ്ടതിൽ ഒരു മുണ്ട് ആവശ്യമല്ല, ഒരു മുണ്ട് തട്ടം ആവശ്യമൊന്നുമില്ല, നിർബന്ധമല്ല. വലബീത്താതു സൗബലി നോമി, ഇനി ഉറങ്ങാനൊരു പ്രത്യേക വസ്ത്രം അവർ പതിവാക്കിയിട്ടുണ്ടെങ്കിലോ, ഈ പുതപ്പല്ലാതെ ഉറങ്ങാൻ വേണ്ടി തന്നെ മറ്റൊരു വസ്ത്രം പതിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഭാര്യൻ്റെ നാട്ടുകാരെ, ഭർത്താവിൻ്റെ നാട്ടുകാരെ കുറിച്ചല്ലേ പറയുന്നത്, ഭാര്യ നാട്ടുകാരെ കുറിച്ചാണെങ്കിൽ വജബാദ് നിർബന്ധമാണ്. കമാ ജസമ ബിഹി ബഅ്ളുഹും, ചില പണ്ഡിതന്മാർ ഉറപ്പിച്ച് പറഞ്ഞു. ചുരുക്കത്തിൽ ഉറങ്ങാൻ പുതപ്പ് വേണമെങ്കിൽ പുതപ്പ് വേണം, തണുപ്പ് കാലാണെങ്കിലും ചൂട് കാലാണെങ്കിലും ഒക്കെ. ഉറങ്ങുന്നിടത്തൊരു പുതപ്പ് പതിവുണ്ടെങ്കിൽ ആ പുതപ്പും കൂടെ കൊടുക്കണം. കിടക്കാനുള്ള വിരിപ്പ് മാത്രം കൊടുത്താൽ പോരാ, ഉടുക്കാനുള്ള തുണി കൊടുക്കണം, മേൽത്തട്ടം കൊടുക്കണം. മേൽത്തട്ടം എന്ന് പറഞ്ഞാൽ റിദാവ്, മുകളിലിടുന്ന വസ്ത്രം. ഇനി കമാ ജസമ ബിബഅ്ദിഹിം യഖ്തലിഫു ജൗദത്തുൽ കിസ്വതി വദിദ്ദുഹാ ബി അസാരിഹി വദി, ഏത് തരം വസ്ത്രമാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഒരു പർദ്ദയാണെങ്കിൽ തന്നെ 500-നും കിട്ടും, 1000-നും കിട്ടും, 1500-നൊക്കെ കിട്ടും. അപ്പോൾ വസ്ത്രത്തിൻ്റെ ഗുണമേന്മ വ്യത്യാസപ്പെടും, വദിദ്ദുഹാ, അതിൻ്റെ വിപരീതവും മേന്മ കുറവും വ്യത്യാസപ്പെടും. ബി അസാരിഹി വദിദ്ദിഹി, അവൻ്റെ കഴിവിനും കഴിവില്ലായ്മക്കും അനുസരിച്ച്. വിദ്യാരണ വിപരീതം എന്നാണ്, അപ്പം ഇവിടെ കഴിവില്ലായ്മ, കഴിവ് എന്നാണ് ഈ അസാർ എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ചിലവ് കൊടുക്കുന്നതോടൊക്കെ മൂസിർ മൊയ്സിർ, വരവിനേക്കാൾ ചിലവുണ്ടെങ്കിൽ മൊയ്സിറാണ്, വരവും ചിലവും തുല്യമാണെങ്കിൽ മുത്തവസ്സിത്താണ്, വരവ് ചിലവിനേക്കാൾ കൂടുതലാണെങ്കിൽ മൂസിറാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് വസ്ത്രത്തിൻ്റെ ജൗദത്ത് മേന്മ വ്യത്യാസപ്പെടും. ജൗദത്ത് എന്ന് പറഞ്ഞാൽ മേന്മ എന്നാണ്. വസ്ത്രം പോരാ യജിബു അലൈഹി തവാബി ദാലിക്, ഇതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളും കൂടെ കൊടുക്കണം. എന്താ അനുബന്ധം പഠിച്ചോനെ? അതായത് പിന്നെ തിക്കത്തിൻ ചിരണ്ട് കൊടുക്കണം. ഇത് കെട്ടാനുള്ള കയറില്ലേ വസ്ത്രം, തിക്കത്ത് എന്ന് പറയാം. തിക്കത്തി സറാവിയിൽ പാൻറ്റിൻ്റെ വള്ളി. സുദ്ദിനഹവി ഖമീസിന്, ഖമീസ് പോലത്തെ ഇതിൻ്റെ ബട്ടൺ സുറ്. വഹൈത്തുഹു, അതിൻ്റെ നൂല്, കാരണം തുന്നണമെങ്കിൽ നൂല് വേണ്ടി വരും. ഉജറത്തു ഹയ്യാത്തിൻ, തുന്നൽക്കാരൻ്റെ കൂലിയൊക്കെ കൊടുക്കണം. ഹയ്യാത്ത് എന്ന് പറഞ്ഞാൽ ടൈലർ. വാലേഹി ഫിറാസുലി നൗമി, ഉറങ്ങാൻ വേണ്ടി ഒരു വിരിപ്പ് കൊടുക്കൽ വേറെ നിർബന്ധമാണ്. തണുപ്പ് കാലത്ത് നമ്മൾ വേറെ പറഞ്ഞു പുതക്കാനുള്ള ലിഹാഫ്, മൂടി പുതക്കാനുള്ളത്. പിന്നെ ജുബ്ബ വേണമെന്ന് പറഞ്ഞു. അതിനൊക്കെ പുറമെ എന്താണ്, ഉറങ്ങാനൊരു വിരിപ്പ് കൊടുക്കണം. ബെഡ്ഡന്നെ വേണമെന്നില്ല. ബെഡാണ് പതിവെങ്കിൽ ഓള് വന്ന സ്ഥലത്ത് നല്ല ബെഡും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബെഡ് വാങ്ങിക്കൊടുക്കണം. പരമസുഖം. അപ്പോൾ മിഹദ്ദത്തിന് തലയണല്ല എന്ന് ഉറങ്ങാൻ പറ്റില്ലപ്പാ, അപ്പോൾ തലയണ വേണം. വരവേത്താത് വര ശരീരി. ഈ പെണ്ണിൻ്റെ ആട്ടുകാരൊക്കെ നേരെ കട്ടുമേ കിടക്കലാണ് പതിവെങ്കിലും ഇവിടെ വരുമ്പം അത് വേണം, വജബ നിർബന്ധമാകും. അല്ല, വരവേത്താൽ ശരി, കട്ടുമേ കിടക്കലാണ് പതിവെങ്കിലും വജബ കട്ടിലും കൂടെ വേണം. പഴയ കാലത്തൊക്കെ എല്ലാവരും നിലത്താണല്ലോ കിടക്കുന്നത്. വീട്ടിൽ കട്ടിൽ എന്ന് പറയുന്നത് ചെറിയ വീതിയില്ലാത്തൊരു കട്ടിലുണ്ടാവുക, ബാക്കി എല്ലാവരും നിലത്താണ് കിടക്കുക, മക്കളൊക്കെ നിലത്താണ് കിടക്കുക. അപ്പം കട്ടിൽ കിടക്കുന്ന പതിവുണ്ടെങ്കിൽ വജബ നിർബന്ധമാണ്. ബെഡിൽ കിടക്കുന്ന പതിവുണ്ടെങ്കിൽ ബെഡ് നിർബന്ധമാണ്. ഉറങ്ങാൻ വേണ്ടി ഒരു ഫിറാസ് നിർബന്ധമാണ്. പകൽ കിടക്കാൻ വേറെ വേണം. നൗമി, ഉറങ്ങാൻ വേണ്ടി വേറെ ഒരു വിരിപ്പ് ബെഡ്റൂമിൽ വേറെ വേണം. ഈ പാടൊക്കെ ബോധിക്കുമ്പോൾ എനിക്ക് ഭാര്യയായ മദീനി ഏത് ഭർത്താവ് ആഗ്രഹിച്ചു പോകും. ഫർഉൻ യജിബു തജീദുൽ കിസ്വത്തില്ലത്തി ലാ തദൂമു സനതൻ, ഒരു വർഷം നിലനിൽക്കാത്ത വസ്ത്രങ്ങളൊക്കെ പുതുക്കി കൊടുക്കൽ നിർബന്ധമാണ്. അതായത് യതഅത്തഹ കുല്ല സിത്തത്തി അശ്വരി മിൻകുല്ലി സനത്തിന്, ഓരോ വർഷവും എല്ലാ 6 മാസത്തിനും കൊടുക്കണം. ഒരു വർഷം നിലനിൽക്കാത്തത് ഉണ്ടാവില്ലേ, ഇപ്പോൾ പുതപ്പ്, വിരിപ്പ്, ജുബ്ബ, അതൊന്നും ഇപ്പോൾ 6 മാസത്തിന് കൂട്ടേണ്ടതില്ല. തണുപ്പിൻ്റെ വസ്ത്രം ഇതൊന്നും, വിരിപ്പും ബെഡൊന്നും. ഒരു വസ്ത്രം നിലനിൽക്കാത്ത വസ്ത്രങ്ങളൊക്കെ പുതുക്കി കൊടുക്കണം. അതെങ്ങനെ പുതുക്കലിബിയത്താത്ത, അത് കൊടുക്കുക കുല്ല സിത്തത്തി അശ്വരിന്, ഓരോ 6 മാസം കൂടുമ്പോഴും, മിങ്കുലുസനത്തിന് ഓരോ വർഷത്തിനും. അപ്പോൾ 2 കൂട്ടം വസ്ത്രം ഉണ്ടാവും ഭാര്യമാർക്ക് നൃത്തം. അപ്പോൾ 6 മാസത്തിനിടയിൽ കീറിപ്പോയാലോ, ഓരോ തരിഫത്ത് അസനാൽ ഫസ്രി, ഒരു 6 മാസത്തിൻ്റെ ഇടവേളക്കിടയിൽ കീറിപ്പോയാൽ, നശിച്ചാൽ, തലിഫ അസ്തനാ ഇടയ്ക്ക് നശിച്ചാൽ, വലൂല ബിലാ തക്സീരി, പിന്നെ അവളെ വീഴ്ചകൊണ്ടൊന്നല്ല, അത് ഉറപ്പിട്ടാൽ കീറിയതാണ്. തക്സീർ എന്ന് പറഞ്ഞാൽ വീഴ്ച, കസ്സറ എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തിന. ഇല്ല മെജിബ് തജീദുഹ, പുതുക്കൽ നിർബന്ധമൊന്നുമില്ല. അവളെ വാപ്പാനോട് പോയി പറഞ്ഞോട്ടെ. വെജിബു ഫിഹ കൗനുഹ ജദീദറ്റ്, ഏതായാലും പഴയ വസ്ത്രം ഒന്നും വാങ്ങിയാൻ പറ്റൂല. ആദായ വിൽപ്പന അറിഞ്ഞാട്ട് ആൾക്കാർ തട്ടിക്കളിച്ച പഴയ വസ്ത്രമൊന്നും പറ്റൂല, പുതിയ തന്നെ നിർബന്ധമാണ്. പരമസുഖമായിരിക്കട്ടെ ഭാര്യയ്ക്ക് വീട്ടിൽ. വലഹ അലിഹി ആലത്തു തനദുഫിൻ, വൃത്തിയാക്കാനുള്ള ഉപകരണങ്ങളും കൊടുക്കണം. ലിബദ്നിഹ വസോവ്യ, വസ്ത്രത്തിനും ശരീരത്തിനും. വൈൻ ഹാബ അൻഹ, അയാൾ ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ പോലും. എന്താ കാരണം? അയാളില്ലെങ്കിൽ ഓക്ക് കുളിച്ചണ്ടേ. ലിഹ്തിയാജിഹ ഇലൈഹിക്കാൻ, അവൾക്കത് ആവശ്യമുണ്ടല്ലോ, കലുതുമി കൂട്ടാൻ പോലെ. ഫമിൻഹ സിദുറും ബനാബ്, താളി പോലത്തെ, അത് പഴയകാലത്ത് താളി വെച്ചിട്ടാണ് കുളിക്കുക. ഇപ്പൊക്കെ താളി പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് തീരെ, കുട്ടികൾക്കൊന്നും. കുറുന്തോട്ടിൻ്റെ താളിയൊക്കെ വെച്ചിട്ട് വേറെ പല ഐറ്റം താളിയൊക്കെ ഇട്ടിട്ടാണ് കുളിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ സോപ്പ് എന്ന് പറയാം. അപ്പോൾ വൃത്തിയാക്കാനുള്ള ഉപകരണങ്ങൾ കൊടുക്കണം, ശരീരവും വസ്ത്രമൊക്കെ. അതൊക്കെ നാട്ടിലെ പതിവ് എന്താണ്? അതന്നെ. പഴയ കാലത്തെ ആൾക്കാർ സാബും കൊണ്ട് തേച്ചിനെ മേത്ത്, സാബുവും തേച്ച വിളിച്ചിരുന്നത്. ഇപ്പം ആരും കിട്ടൂലല്ലോ. അപ്പോൾ ഒക്കെ പതിവാണ്. ഇതിലുള്ള ആദത്താണ് പരിശോധിക്കാൻ. ഇതുപോലെയൊക്കെ മുഷ്തിൻ, ഇതുപോലെ തനല്ലുഫിൻ്റെ ആലത്താണ് ചീർപ്പ്, വസിവാക്കിൻ, ബ്രഷ്, ഹിലാലിൻ, പല്ല് കുത്താനുള്ള സാധനം അടക്കം. പല്ലുണ്ടായാൽ മതി, ബാക്കി കുത്താനുള്ള കോലടക്കം നമ്മൾ കൊടുക്കും. തേക്കാനുള്ള മിസ്വാക്കും കൊടുക്കും. പിന്നെ വാരാനുള്ള ചീർപ്പ്, വാലേഹി, ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഓരോ ലിസ്റ്റാക്കിയോടെ കൊടുത്താൽ മതി ഭർത്താക്കന്മാർക്ക്. വാലേഹി ദുഹുനിൽ റസ്, തലയ്ക്ക് എണ്ണ കൊടുക്കാനുള്ള എണ്ണയും വേണം. അടിപൊളിയായിരിക്കട്ടെ ഭാര്യ. വക്കതാലി ബദനിയ, ഇനി തലയിൽ മാത്രം തേക്കാന്ന് പറയാനൊന്നും പറ്റൂല. ഓളിപ്പോൾ ഒന്ന് എല്ലാ ദിവസവും പുതിയ എണ്ണാക്കാൻ തീരുമാനിച്ചായിട്ട് ശരീരം മുഴുവൻ എണ്ണയാക്കാൻ തീരുമാനിച്ചാലോ. വക്കതാലി ബദനിഹ,
ഇനി വെച്ചിത് പതിവുണ്ടെങ്കിൽ ശരീരത്തിനുള്ള എണ്ണയും കൊടുക്കേണ്ടി വരും. ഇത്ര കണക്കിന് എണ്ണ ഇറക്കി കൊടുക്കണം. മീൻ ഷെയറജിന് അത് എന്തെണ്ണ കൊടുക്കേണ്ടതെന്നുള്ളതുകൊണ്ട് അത് എള്ളെണ്ണയാക്കാം. എള്ളെണ്ണക്കാണ് ഷെയറജ് എന്ന് പറയാം. അല്ലെങ്കിൽ സമ്മിന് വെണ്ണയാക്കാം. പേജിപ്പ് ദുഹുന് കുല്ലുസ്മിന് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും എണ്ണ കൊടുക്കൽ നിർബന്ധമാണ്. എല്ലാ ദിവസവും മുടിയിൽ എണ്ണട്ടിൽ കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ കൊടുക്കണം. മറത്തൻ ഒരു വട്ടം കൊടുക്കുക, ഫക്തർ ഒന്നിലധികം വ്യാസമില്ലാത്ത പതിവനുസരിച്ച്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ എല്ലാ ദിവസവും എന്ത് ചെയ്യും? കുളിക്കാൻ പോകണ നേരത്തെ എണ്ണ ഇട്ടിട്ട് കുളിക്കുമ്പോൾ അതൊക്കെ കൈക്ക് കളയുന്ന പതിവാണല്ലോ ഉള്ളത്. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും ഇടേണ്ടി വരും. ഒക്കതാ ദുഹനുല്ലി സിറാജിഹ, വിളക്ക് എത്തിക്കാനുള്ള എണ്ണയും വേണം. രാത്രി മാരിവായ പിന്നെ ഇരുട്ടത്ത് ഉതിർക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. നമുക്ക് ഇരുട്ടല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്ക് വിളക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ കൊടുക്കണം. വലൈസലി ഹാമിലിൻ ബാഇനിൻ അമൻ സൗജുഹ ഹായിബൻ ഇല്ലാമ ഇസീലു ഷാസ വല വസഖ അൽ മദ്ഹബി. ഇനി ഗർഭിണിയാണ്, അവൾ വിവാഹമോചിതയുമാണ്, അവർക്കും കൊടുക്കണമല്ലോ. പക്ഷെ അത് എല്ലാ ദിവസവും ഒന്നും എണ്ണ കൊടുക്കണ്ട. ആർക്കും വേണ്ടി അപ്പോൾ ഇത്ര ഭംഗിയാണ്. അപ്പം മുടിൻ്റെ ചട വരുന്നതിനെ വരാത്ത കോലത്തിലുള്ള എണ്ണ കൊടുത്താൽ മതി. ലൈസലി ഹാമിലിൻ ബാഇനിൻ, വിവാഹമോചിതയായ ഗർഭിണിക്കില്ല. ഒമൻ സൗജുഹ ഹായിബൻ, ഭർത്താവ് സ്ഥലത്തില്ലാത്ത ഭാര്യക്കുമില്ല. ഇല്ലാമ ഇസീലു ശ്വാസം, മുടി ജട പിടിക്കുന്നതിനെ നീക്കുന്ന അളവല്ലാതെ നിർബന്ധമല്ല. വൽ വസഖ, അഴുക്ക് നീക്കുന്നതുമായ അളവല്ലാതെ ഒന്നും നിർബന്ധം ഇല്ല ഈ വൃത്തിയാക്കുന്ന ഉപകരണങ്ങളിൽ നിന്ന്. അൽ മദ്ഹബ്, ഇതാണ് മദ്ഹബിലെ പ്രബലമായ പ്രായം. ഷാഫി മദ്ഹബിലെ പ്രബലമായ പ്രായം. യജിബു അലൈഹിൽ മാഉൽ ഗുസ്ൽ വാജിബി, അവൻ കാരണമായിട്ട് നിർബന്ധമായ കുളി ഉണ്ടല്ലോ, ആ കുളിക്കാനുള്ള വെള്ളവുമാണ് കൊടുക്കുക. കൗസ്ലി ജിമായി, ജിമായിൻ്റെ കുളി, നിഫാസിൻ്റെ കുളി കയ്യിൽ പെട്ടതാണ്. അവൻ കാരണമായിട്ട് നിർബന്ധമായ കുളിയാണ്. അപ്പം വെള്ളവുമാണ് കൊടുക്കുക. വെള്ളത്തിനൊക്കെ എന്താ വില? ലാ ഹൈലിൻ്റെ പേരിലുള്ള വേണ്ട, തിരാമിൻ, അതുപോലെ തന്നെ സ്വപ്നസ്ഖലനത്തിൻ്റെ പേരിലും നജസ് കഴിക്കുക, ഇത് നിർബന്ധമല്ല. വല മാവ് വുദു ഉണ്ടാക്കാനുള്ള വെള്ളം നിർബന്ധമല്ല. ഇല്ലായതാ നഖദഹു ബിലംസിയോ, തൊട്ടിട്ട് അവിടെ വുദു മുറിച്ചാൽ ഒഴിക്കാൻ. നഖദാണ് മുറിച്ചു, അവൻ തൊട്ടിട്ടാണ് വുദു മുറിച്ചതെങ്കിൽ അപ്പോൾ വുദു ഉണ്ടാക്കാൻ വെള്ളം കൊടുക്കണം. ബാക്കിയുള്ള വെള്ളമൊക്കെ എന്ത് ചെയ്യണം? ആരറിയണം? ഭാര്യ തന്നെ അറിയണം. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുമോ? ഇതിപ്പോൾ അതും വേണം ഇപ്പം നമ്മൾ അറിയാമെന്നല്ലേ. എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് എല്ലാ വെള്ളം കൂടെ ഞാൻ ഏൽക്കൂല, കുറച്ച് നിങ്ങൾ ഏൽക്കണം എന്ന് പറയുമ്പോഴേക്ക് സ്ത്രീകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങുമ്പോൾ ഒരു വിഷമത്തിൻ്റെ പേരിൽ പ്രതിഷേധം അറിയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് കുറച്ച് കണ്ടെത്തണം എന്നുള്ളതാണ്. നമ്മൾ കുറേ തരുന്നുണ്ടല്ലോ ഭർത്താക്കന്മാരെ. അപ്പോൾ അതിനെല്ലാമൊക്കെ മിച്ചം പിടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? വെള്ളം ബാക്കിയുള്ള സമാഹരിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ നമ്മളിങ്ങനെ പറയണമെന്നില്ല. മൂപ്പരെ കിണർ വഹിക്കുക, ഭാര്യ വേറെ കിണർ വഹിക്കുക, ടാങ്കിൻ്റെ പകുതിയിൽ ഭർത്താവ് അടിക്കുക, പകുതി പിന്നെ ഭാര്യ അടിക്കുക വെള്ളം, അങ്ങനൊന്നും നമ്മൾ പറഞ്ഞില്ല. അതായത് ഇതൊക്കെ കോടതി പിടിച്ച് വാങ്ങുമോ എന്നുള്ളതാണ് വിഷയം. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതി കിട്ടിട്ടു ലക്ഷക്കണക്കിന് രൂപ. ആ കണക്കിൻ്റെ കൂട്ടത്തിൽ ഏതുണ്ടാവില്ല? ഈ ഹൈദിൻ്റെ കുളിയും സ്വപ്നസ്കരത്തിൻ്റെ കുളിയും നജസ് കഴുകിയ കുളിയും വെള്ളവും വുളുവിൻ്റെ വെള്ളമൊക്കെ പാടെ കൂടി ഓക്ക് വുളുണ്ടാക്കാനും ഇയാൾ വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അപ്പം അത്? മൂപ്പര് തൊട്ടിട്ട് മുറിച്ചതാണെങ്കിലും ഒഴിക്കുക, അപ്പോൾ ഓക്കെ. ലാലൈഹി ത്രീബുൻ, സുഗന്ധവും അത്തറും സ്പ്രേയോ ഒന്നും നിർബന്ധമല്ല കേട്ടോ. ഇല്ലാലി ഖത്തീരിയും കരിയും, ദുർഗന്ധം മുറിക്കാനാണെങ്കിലും ഒഴികെ. ഭയങ്കര ദുർഗന്ധമുള്ള ഭാര്യയാണ്, അടുത്തേക്കാട് പോകാൻ പറ്റൂല, എന്നിട്ടല്ലേ തൊട്ടടുത്തേക്ക്. അപ്പം പിന്നെ ത്രീബ് കൊടുക്കൽ നിർബന്ധമാണ്. ഒരാ കുഹുല്, കൺമഷി, കുഹുല്, കൺമഷി നല്ലതിന് പറയാം, കുഹുല് തന്നെ. സുർമേ നിർബന്ധമല്ല കേട്ടോ. അതൊക്കെ ഓൻ നിർബന്ധം ഉണ്ടെങ്കിൽ ഓക്ക് ഇട്ട് കൊടുത്താൽ മതി. ഓക്ക് നിർബന്ധമല്ല ചെയ്യൽ. ഓള് ആവശ്യപ്പെട്ടാൽ പൈസ കൊടുക്കാൻ നിർബന്ധമല്ല. ദവാവുൻ, അതുപോലെ തന്നെ രോഗത്തിൻ്റെ മരുന്ന് നിർബന്ധമുള്ളതല്ല, ഇതൊക്കെ സുന്നത്തുകളാണ്. ഉജ്റത്ത് തബീബിൻ, ഡോക്ടറെ കൂലി. ഡോക്ടറെ കാണിക്കാനുള്ള കൂലിയും കൊടുക്കൂലി. എന്ത് ക്രൂരനായ ഭർത്താവാണെന്ന് ആലോചിക്കണ്ട. നമ്മളിപ്പം ഭർത്താവിൻ്റെ മരുന്നിനുള്ള കൂലി ആരാ കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ഭാര്യമാരോട്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോട്ടെ. കാരണം ഇതിനൊന്നൊരു ലബ്ത്ത് കിട്ടൂല, ലക്ഷങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഓൾക്ക് നമ്മൾ ഈ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ ഭർത്താവ് കൊടുക്കൽ നിർബന്ധമാണ്. ഓളെ ബാങ്കിൽ, ഓളെ അക്കൗണ്ടിൽ ഇനി ലക്ഷങ്ങളും കോടികളും ഉണ്ടെങ്കിലും അതൊന്നും തൊടൂല എന്നാണ് പറയണത്. അതൊക്കെ ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ കൊടുത്തോളണം.
കൊടുത്തോളണം. ഭാര്യൻ്റെ പൈസ തൊട്ടൂല, എത്ര പൈസ ഉണ്ടെങ്കിലും എന്നാണ് പറഞ്ഞത്. അതേ സമയത്ത് ഭർത്താവിൻ്റെ അടുത്തും പൈസ ഉണ്ട്, ഭാര്യൻ്റെ അടുത്തും പൈസ ഉണ്ട്. അപ്പം ചികിത്സൻ്റെ പൈസ ആരാ എടുക്കേണ്ടത്? അത് അതിനടുത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും ഭാര്യ എടുത്തോട്ടെ. ഭാര്യയ്ക്ക് കൊടുക്കുന്ന പൈസ എന്നോ അത് നമ്മൾ പറഞ്ഞല്ലോ, എന്തൊക്കെയോ ആനുകൂല്യങ്ങളുള്ള ഒക്കെ എടുത്ത് വെച്ചാൽ മതി. ഒതവാവല്ലി മറലിഹ, രോഗത്തിൻ്റെ മരുന്നിൻ്റെ ചികിത്സ. ഔജറത്തി തൊബിയും, ഡോക്ടർ കൂലി. വലഹാ താം അയ്യാമിൽ മറലി വധ ഉദുമിഹ ഒക്കെ സുഹൃത്തുക, രോഗാവസമയത്തുള്ള ഭക്ഷണം അവൾക്ക് അവകാശമുണ്ട്. ഉദുമുഹ, അതിൻ്റെ കൂട്ടാനും. ഒക്കെ സുബത്തുഹ, അവളെ വസ്ത്രവും. ആലത്ത് തനലുഫിഹ, തനലുഫിൻ്റെ ഉപകരണങ്ങളും. തൊസ്രിഫുഹൂരി ദവായി വകരി, ഈ പൈസ എന്താ ചെയ്യണം? മരുന്നിനും മറ്റുമൊക്കെ വിനിയോഗിക്കേണ്ടതാണ്. തൊസ്രിഫുഹു ലിദ്ദവായി വകൈരിഹി. വകൈരിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുളി, മറ്റുള്ള കാര്യങ്ങൾക്കുള്ള കുളിൻ്റെ വെള്ളം, വധുവിൻ്റെ വെള്ളം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊക്കെ വിനിയോഗിക്കാം. രോഗാസമയത്താണെങ്കിൽ അല്ലെങ്കിലൊക്കെ അവകാശപ്പെട്ടതാണ്. ഇതെങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതങ്ങനെ കൊടുത്താൽ മതി, ഈജാബും കബൂലും നിർബന്ധമല്ല. അവളങ്ങ് സ്വീകരിക്കലോടുകൂടെ അവളുടെ ഉടമസ്ഥതയിലാവുകയും ചെയ്തു. പിന്നെ ഞാൻ അവളുടെ അടുത്ത് നിന്ന് വാങ്ങാൻ പറ്റില്ല, എത്ര ഉണ്ടെങ്കിലും. ഇപ്പോൾ ഒരാൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവളെ അക്കൗണ്ടിൽ ഈ ഈ ബാലൻസ് വന്ന പൈസ പാട് കൂടിയപ്പോൾ ലക്ഷങ്ങളുണ്ട്. ഇത് ഞാനൊക്കെ തന്നായിരുന്നല്ലോ ഭക്ഷണത്തിനും വസ്ത്രത്തിനും, നീ വാങ്ങാത്തതുകൊണ്ടല്ലേ, അതുകൊണ്ട് തിരിച്ചുകൊണ്ടാന്ന് പറയാൻ പറ്റില്ല. യജിബു ഫി ജമീമാ ദിക്റ, മുകളിൽ പറയപ്പെട്ടിടത്തൊക്കെ നിർബന്ധമാണ്. മിനത്താമി, ഭക്ഷണം, വലുതുമി, കൂട്ടാനും, വാലത്തി ധാരിക്ക, അതിൻ്റെ ഉപകരണങ്ങൾ, മൽക്ക് സ്വത്തി, വസ്ത്രം, വൽ ഫുർഷി, വിരിപ്പ്, വാലത്ത് നദഫി, വൃത്തിയാക്കാനുള്ള ഉപകരണങ്ങൾ. ഇതിലൊക്കെ നിർബന്ധമാകും. അയ്യക്കൂനെ തമ്രീക്കൻ, അവൾക്ക് ഉടമപ്പെടുത്തി കൊടുത്താൽ നിർബന്ധമാണ്, വെറുതെ ഉപയോഗിക്കാൻ കൊടുത്താൽ പോരാ. ബിദ്ദഫ് ഇ, അയ്യക്കൂനെ തമ്രീക്കം ബിദ്ദഫ് ഇ, അതാൾ കൊടുക്കലോടുകൂടെ ഉടമപ്പെടുത്തി കൊടുക്കുന്ന അവൾ നിർബന്ധമായി വരും. ദൂന് ഈജാബി മക്കബൂലുണ്ട്, ഈജാബും കബൂലൊന്നും ആവശ്യമില്ല. തമ്രീക്കുഹൂഹിയ, അവളാണെങ്കിൽ അത് ഉടമപ്പെടുത്തുകയും ചെയ്യും. ബിൽ കബൂൽ, ഇത് വാങ്ങി വെക്കലോടുകൂടെ അത് അവളോട് ഉടമസ്ഥതയ്ക്ക് മാറി, അത് അവളെ സ്വന്തം സ്വത്താ. ഫലാജൂസ് അഖുദുഹു മിൻഹ ഇല്ലാ ബിനിദ, അപ്പോൾ അവളെ സമ്മതമല്ലാതെ പിന്നെ അത് വാങ്ങാൻ അനുവദനീയമല്ല. ഇതാണ് വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും കാര്യം. താമസത്തിൻ്റെ പിന്നെ അങ്ങനല്ല. താമസം എന്ന് പറയുന്നത് തംലീക്കല്ല, ഉടമയാക്കി കൊടുക്കലല്ല, സൗകര്യം ചെയ്ത് കൊടുക്കലാണ്. എന്താ സൗകര്യം ചെയ്ത് കൊടുക്കൽ? ഇനി ഇംതാ എന്നാ പറയാം. നമ്മൾ വാപ്പാർക്കുമാർക്കൊക്കെ കൊടുക്കുന്നത് തംലീക്കല്ല, ഇംതാ ആണ്. ഭക്ഷണം കൊടുക്കുക, സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി അവർക്ക് കിട്ടി, ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് അവർക്കുള്ളതല്ല, അത് കൊടുത്താക്കുള്ളത് തന്നെയാണ്. അമ്മൽ മസ്കരം, അപ്പോൾ വീട് ഫേക്കൂൻ ഇംതാൻ, അത് ഇംതാ ആണ്, അത് ഉപയോഗിക്കാൻ കൊടുക്കലാണ്. ഹത്താ യസ്കുത്തു, അപ്പോൾ പിന്നെ അത് അതിൻ്റെ ബാധ്യത ഒഴിവായി പോകും. ബിമുദയ്യി സമാനി, സമയം കഴിഞ്ഞാൽ ബാധ്യത ഒഴിവായി പോകും. കാരണം യന്നഹുലി മുജറദിൽ ഇന്തിഫായി, കാരണം വീട് എന്നൊക്കെ പറയുന്നത് കേവലം ഉപകാരം എടുക്കാൻ വേണ്ടിയാണല്ലോ. കൽ ഖാദിമി, ഖാദിമിനെ പോലെ തന്നെ. അപ്പോൾ 2 കൊല്ലത്തെ വീട് ഒരാൾ കൊടുക്കൽ നിർബന്ധമാണ്. കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റം കിട്ടും. പക്ഷേ 2 കൊല്ലം കൊടുത്തില്ലാന്ന് വെക്കുക, അതിൻ്റെ വാടക എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് വാങ്ങാൻ പറ്റൂല. വസ്ത്രവും ഭക്ഷണവും അങ്ങനെയല്ല, 2 കൊല്ലത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കണക്ക് പറഞ്ഞിട്ട് അക്കട്ടിട്ട് എന്ത് ചെയ്യുക, അയാളുടെ അടുത്ത് വാങ്ങാൻ പറ്റും. ഇതാണ് തംലീക്കും ഇംതാവും തമ്മിലുള്ള വ്യത്യാസം. ഒമായസീറു തംലീക്കൻ യസീറു ദൈനൻ എന്നർത്ഥം. ഉടമയാക്കി കൊടുത്ത സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ അത് കടമായി തീരും. ഈ മുദയ്യി സമാനി, സമയം കഴിഞ്ഞാൽ അത് കടമായി തീരും. യത്താദു അൻഹു, അപ്പോൾ അതിനെ അയാൾക്ക് പകരം വാങ്ങാം. യുത്താദു അൻഹു, അതിന് പകരം വാങ്ങാനും പറ്റും. ഇവത് എന്ന് പറഞ്ഞാൽ പകരം. യുത്താദു അൻഹു, യത്താദു. പിന്നെ വലാ യസ്കുതു ബി മൗത്തിൻ അസ്നാൽ ഫസലി. ഇപ്പം നമ്മൾ പറഞ്ഞു, ഒരു ഫസലിൻ്റെ തുടക്കത്തിലാണ് വസ്ത്രം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഒരു ഫസലിൻ്റെ തുടക്കത്തിലാണ്, 6 മാസത്തിൻ്റെ തുടക്കത്തിലാണ് വസ്ത്രം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് മരിച്ചാലോ, അപ്പോഴും കൊടുക്കണം. വലാ യസ്കുതു ബി മൗത്തിൻ അസ്നാൽ ഫസലി, ഈ ഫസലിൻ്റെ സീസണിൻ്റെ വസ്ത്രം കൊടുക്കേണ്ട 6 മാസത്തെ സമയത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് മരിച്ചാൽ ആ വസ്ത്രം അവൾക്കുള്ളത് തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ ഇടയ്ക്ക് പിണക്കം വന്നാലോ, അപ്പോൾ പിന്നെ ആ സമയത്തേക്കുള്ള വസ്ത്രം കൊടുക്കണ്ട. 6 മാസമാണ് ഉള്ളത് ഒരു കാലത്തിന്, ഒരു വസ്ത്രം കൊടുക്കാനുള്ള കാലാവധി. 3 മാസം പിണങ്ങി നിന്നാൽ 6 മാസത്തേക്കുള്ള വസ്ത്രത്തിന് എത്ര വരുമോ അതിൻ്റെ പകുതി പൈസക്ക് മാത്രമേ അവൾക്ക് അവകാശം ഉണ്ടാവുള്ളൂ. ഇതൊക്കെയാണ് മസാല. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ പറയാം. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ
വാലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.